ഇന്നേ വള്ളിച്ചീര എന്നറിയപ്പെടുന്ന ചീരയുടെ ഇല വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ. വളരെ പോഷക സമ്പൂർണമായിട്ടുള്ള ഒരു ചീരയാണിത്. അതായത് വൈറ്റമിൻ എയും സിയും അയൺ, കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് 2 ടൈപ്പിൽ വരും. ഇത് നമ്മുടെ കയ്യിലുള്ളത് റെഡ് കളറിൽ വള്ളികളായിട്ടുള്ളതാണ്, അല്ലാതെ പച്ച കളറിൽ വള്ളിയായിട്ടുണ്ട് ഉള്ളതുണ്ട്. അതിൻ്റെ ഇല ഇതിനേക്കാളും വലിപ്പം കൂടുതലായിരിക്കും കേട്ടോ. അതേപോലെ ഈ പിങ്കിഷ് ഷെയ്ഡ് ഇലയ്ക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തോട്ടത്തിൽ നിന്ന് 2-3 പച്ചമുളകും കൂടെ പറിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് വെക്കാം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇല തോരൻ വയ്ക്കാനും അടിപൊളിയാട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തോരൻ വയ്ക്കുന്നത് വേറൊരു ദിവസം കാണിക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രം മതി കേട്ടോ. അതിന് ശേഷം ഓഫ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 6 ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. 3 പേർക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഇല ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സബോള എടുത്തിട്ടുണ്ട്. സബോളയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒരു 2 അല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്ര മതി കറിക്ക്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്, അതും കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാട്ടോ അത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പം ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിടാം. പിന്നെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി അതിലിട്ടിട്ട് വാട്ടിയെടുക്കാം. അതിലേക്ക് ഒരു വലിയ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ടിട്ടുണ്ട്. ഇത് അധികം നേരം എടുക്കില്ല, ഒരു 5 മിനിറ്റിൽ വെന്ത് കിട്ടും. മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കോവയ്ക്കൊക്കെ ഞാൻ മഞ്ഞളും ഉപ്പും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കോവയ്ക്ക് വട്ടത്തിൽ അരിയാറ് എപ്പോഴും. ഇത് ഞാൻ നടുമുറിച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചീര അവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ വേവിച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒപ്പം ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഏറ്റവും പോഷക സമ്പൂർണമായിട്ടുള്ള ഒരു വിഭവം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നല്ലോണം മൊരിച്ചെടുത്ത ശേഷം നമ്മൾ ഉപ്പേരി കാച്ചുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടാറ്. അപ്പോൾ ഉള്ളിയൊക്കെ മുരിഞ്ഞ് വന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ മുറിച്ച് വെച്ച കോവയ്ക്ക ഇടാം കേട്ടോ. ഈ കോവയ്ക്ക ഉണ്ടല്ലോ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കും. പ്രത്യേകിച്ച് ആന്ധ്രയിലുള്ളൊരു ഡിഷാണ്. ആന്ധ്ര മെസ്സിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു വിഭവം കിട്ടും. ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെറുതെ ഇതിലിട്ടിട്ട് നല്ലോണം റോസ്റ്റാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂടി വെച്ചിട്ടുണ്ട്. മൂടി വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണം. അതായത് 2 മിനിറ്റ് കൂടുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക ഉപ്പേരിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചീര പരിപ്പ് കൂട്ടാനും കോവയ്ക്ക ഉപ്പേരിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.